നമസ്കാരം. തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം അണിയറയിലെ ഡീൽ ആരോപണങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും വോട്ട് കച്ചവട ആരോപണങ്ങളും പ്രചരണത്തെ ചൂടുപിടിപ്പിക്കുന്നു. വടക്കേറ്റത്തെ മഞ്ചേശ്വരം മുതൽ മലപ്പുറത്തെ വേങ്ങര വരെ നീളുന്ന ഡീൽ രാഷ്ട്രീയത്തിന്റെ പുതിയ പതിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതിനെ ചൊല്ലിയുള്ള തർക്കം മുറുകുമ്പോൾ മലപ്പുറത്ത് മുസ്ലിം ലീഗും CPM ഉയർത്തിയ അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപണം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. BJPക്ക് നിർണായക സ്വാധീനമുള്ള മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് തങ്ങൾ പിന്മാറിയതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് അവകാശപ്പെടുമ്പോഴും ഈ പോസിറ്റീവ് രാഷ്ട്രീയം ആരെ തുണയ്ക്കാനാണെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഫാസിസത്തോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് പാർട്ടി നടത്തുന്നതെന്നാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറയുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് മത സാമൂഹിക സംഘടനകളും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ തങ്ങളെ ബന്ധപ്പെട്ടു. അവിടുത്തെ പൊതുവികാരം മനസ്സിലാക്കണമെന്നും മതേതര വോട്ടുകൾ ഭിന്നിക്കാനിടയാക്കരുതെന്നും പറഞ്ഞു. അതിനാൽ BJP ജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഏതൊക്കെ സംഘടനകൾ ബന്ധപ്പെട്ടുവെന്നും മുസ്ലിം കോർഡിനേഷന്റെ ആരാണ് വിളിച്ചത് എന്നുമുള്ള ചോദ്യത്തിന് അത് പറയാനാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. UDF നേതാക്കളും വിളിച്ചിരുന്നുവെന്നും CPA ലത്തീഫ് പറയുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ ഇതിനെ തന്ത്രപരമായ നിലപാടോടെയാണ് നേരിടുന്നത്. പ്രാദേശിക നേതൃത്വം LDFനെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് ജയാനന്ദയുടെ മറുപടി. കന്നഡ മാധ്യമങ്ങളിലെ വാർത്തകൾ മുൻനിർത്തി മുസ്ലിം ലീഗും BJPയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം കേരളത്തിലുടനീളം LDFും SDPIയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തെ പിന്മാറ്റം ഈ കൂട്ടുകെട്ടിന്റെ തെളിവാണെന്നാണ് UDF പക്ഷം. എന്നാൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെയും UDF നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് പിന്മാറ്റമെന്ന് SDPI വ്യക്തമാക്കുന്നത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തെക്കൻ മലബാറിലാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയും ചൊല്ലി CPMും ലീഗും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഉറച്ച കോട്ടയായ വേങ്ങരയിൽ KM ഷാജിക്ക് സീറ്റ് നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാനാണെന്ന AK ബാലന്റെ പ്രസ്താവനയാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ബാലന്റെ ആരോപണത്തിന് കടുത്ത ഭാഷയിലാണ് ഷാജി മറുപടി നൽകിയത്. ബാലനെ വക്കുപൊട്ടിയ കോടാലി എന്ന് വിശേഷിപ്പിച്ച ഷാജി വേങ്ങര അങ്ങാടിയിൽ വന്ന SDPയെ തള്ളിപ്പറയാൻ ബാലനെ വെല്ലുവിളിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ LDF സ്വതന്ത്രൻ ജയിച്ചത് SDPI പിന്തുണയോടെയാണെന്ന ആരോപണം ആവർത്തിച്ചായിരുന്നു ഷാജിയുടെ തിരിച്ചടി. ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന എളമരം കരീമിന്റെ ആരോപണത്തിന് ആരുടെയും അജ്ഞാനുവർത്തിയല്ല ലീഗെന്ന് ഡോക്ടർ MK മുനീറും മറുപടി നൽകി. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ മലപ്പുറത്തെ പോരാട്ടത്തിന് പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുമ്പോൾ PDPയും SDPയും പലയിടത്തും LDF അനുകൂല നിലപാടിലാണ്. എന്നാൽ മഞ്ചേശ്വരം പോലുള്ള നിർണായക മണ്ഡലങ്ങളിൽ BJPയെ തടയാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ അണികൾക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ പോരാട്ടത്തിൽ അണിയറയിലെ നീക്കുപോക്കുകൾ ഫലം വരുമ്പോൾ ആരെ തുണയ്ക്കുമെന്നും കണ്ടറിയണം.